ഹലോ വെൽക്കം ടു വാട്ട് ഐ എയ്റ്റ് ഇൻ എ ഡേ ഇൻ ഏർക്കാട്. ഏർക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. തമിഴ്നാട്ടിലാണ് വരുന്നത്. അപ്പോൾ അവിടുന്ന് നമ്മൾ എന്തൊക്കെ കഴിച്ചു എന്നുള്ളതാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. തമിഴ്നാട് ആയതുകൊണ്ട് തന്നെ നല്ല ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കിട്ടും കേട്ടോ. ശരവണ ഭവൻ എന്നൊരു ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. ഇത് ഡ്യൂപ്ലിക്കേറ്റ് ശരവണ ഭവൻ ആണ് കേട്ടോ, ഒറിജിനൽ അല്ല. ഞങ്ങൾ ആദ്യം വിചാരിച്ചു ഒറിജിനലാണെന്ന്. പിന്നെ അവിടുത്തെ തിരക്കും സാഹചര്യങ്ങളൊക്കെ കണ്ടപ്പോഴാണ് മനസ്സിലായത് നോ ഇറ്റ് ഈസ് ഡ്യൂപ്ലിക്കേറ്റ് എന്ന് മനസ്സിലായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടുന്ന് പൊങ്കലൊക്കെ ടേസ്റ്റ് ചെയ്തു. പൊങ്കൽ അടിപൊളിയായിരുന്നു. പിന്നെ ആസ് യൂഷ്വൽ മസാല ദോശ ടേസ്റ്റ് ചെയ്തു. മസാല ദോശ പിന്നെ എവിടെ പോയാലും ഞാൻ കഴിക്കുന്ന ഒരു സാധനമാണ്. എൻ്റെ ഫേവറേറ്റും കൂടിയാണ് കേട്ടോ മസാല ദോശ. അതൊക്കെ കഴിച്ചു. നമ്മൾ പോകുന്ന വഴിക്ക് നല്ല അടിപൊളി സീനറി ആയിരുന്നു. ഒരു ഗ്രാമത്തിൻ്റെ ഉള്ളിൽ കൂടിയാണ് പോയിക്കൊണ്ടിരുന്നത്. പിന്നെ ഉച്ചയായപ്പോഴത്തേക്ക് നമ്മൾ നല്ല മീൽസ് കഴിക്കാം എന്ന് വിചാരിച്ചു. ഇവിടെ മട്ടൻ കറി ഭയങ്കര ഫേമസ് ആണെന്ന് പറഞ്ഞിട്ട് മട്ടൻ കറി ആയിരുന്നു കറിയായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ചോറും മട്ടൻ കറിയൊക്കെ കൂട്ടി നല്ലൊരു അടിപൊളി മീൽസൊക്കെ കഴിച്ചു. അതിനുശേഷം വീട്ടിൽ വന്ന് കുറച്ച് നേരം റെസ്റ്റ് എടുത്തതിന് ശേഷം നമ്മൾ രാത്രിയായപ്പം പുറത്തേക്ക് ഇറങ്ങി. ഒരു 7:42 ആയപ്പോഴത്തേക്ക് നമ്മൾ റെസ്റ്റോറൻറ്റ് തപ്പി ഇറങ്ങിയതാണ് കേട്ടോ. ഇവിടെ വലിയ ഐഡിയ ഇല്ല നമുക്ക് എവിടെ പോയി കഴിക്കണം എന്നുള്ളത്. ഇതൊരു ഗ്രാമപ്രദേശമാണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ കുട്ടി കുട്ടി ദാബ സെറ്റപ്പിലുള്ള ഒരുപാട് ഹോട്ടൽസ് ഉണ്ടായിരുന്നു. അതിൽ നല്ല റേറ്റിംഗ് ഉള്ള ഒരു ഹോട്ടൽ നോക്കി കയറിയതാണ് കേട്ടോ. മാമൻ പൊറോട്ട എന്ന് പറഞ്ഞിട്ടുള്ള ഹോട്ടലിലാണ് കയറിയിട്ടുണ്ടായിരുന്നത്. അവിടുത്തെ ഫ്രൈഡ് റൈസ് ഒരു രക്ഷയുണ്ടായിരുന്നില്ല. നമ്മൾ ശരിക്കും പറഞ്ഞാൽ തട്ടുകടയിൽ നിന്നൊക്കെ കിട്ടുന്ന ഫ്രൈഡ് റൈസില്ലേ അതേ ടേസ്റ്റ് ആയിരുന്നു. അടിപൊളിയായിരുന്നു കേട്ടോ. അതിൻ്റെ കൂടെ കുറേ ഐറ്റംസൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇവിടുത്തെ ഫ്രൈഡ് റൈസ് ആണ്. നൂഡിൽസ് അത്ര അങ്ങ് പോരായിരുന്നു കേട്ടോ. വെറുതെ ഇങ്ങനെ കുറേ പൊടികൾ ഇങ്ങനെ വെതറിയിട്ട പോലത്തെ ഒരു ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അതത്ര ആരും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ബാക്കി എല്ലാ ഫുഡും നല്ലതായിരുന്നു. ഡിന്നറോട് കൂടിയിട്ട് ഈ ഒരു കലാപരിപാടി നമ്മൾ അവസാനിപ്പിച്ചിരിക്കുകയാണ്. അങ്ങനെ ഇന്നത്തെ വീഡിയോ നമുക്ക് അവസാനിപ്പിക്കാം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. നമുക്ക് നാളെ കാണാം. ടാറ്റാ.